മോഹന രാഗത്തിലുള്ള താനവർണ്ണത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. പല്ലവിയുടെ 2 താളവട്ടം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അനുപല്ലവി 2 താളവട്ടം. ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സ രി. ഇതാണ് അനുപല്ലവിയുടെ ആദ്യത്തെ താളവട്ടം. നന്നോ പാലിം നന്നു പാലിംപ വയ്യ എന്നാണ് സാഹിത്യം. ഇതിലും സ്വരങ്ങളെക്കാളും അക്ഷരങ്ങൾ കുറവാണ് സാഹിത്യത്തിൻ്റെ. അപ്പോൾ 2 സ്വരം 3 സ്വരമായിട്ട് മീട്ടി വായിച്ചു പോകണം. വർണ്ണങ്ങളിൽ സാഹിത്യത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം രാഗഭാവം വരുന്ന പ്രയോഗങ്ങളാണ്. പൊതുവെ വർണ്ണങ്ങളിലെ സാഹിത്യത്തിൻ്റെ അർത്ഥം ശൃംഗാരഭക്തി എന്നുള്ള പദങ്ങളിലാണ് ഉണ്ട്. അതായത് ഭഗവാന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, നീ എപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള അർത്ഥത്തിലാണ് മിക്ക വർണ്ണങ്ങളുടെയും സാഹിത്യം പോകുന്നത്. ഇപ്പോൾ ഇത് അതുപോലെ തന്നെയാണ്. നിന്നു കോരിയുണ്ണാറ എന്നുള്ള പല്ലവിയിൽ നിന്നെ ആഗ്രഹിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നു. നിഖില ലോക നായക, എല്ലാം ലോകങ്ങളുടെയും നായകനായിട്ടുള്ളവനെ നിന്നെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നാണ് പല്ലവിയുടെ അർത്ഥം. നന്നു പാലിംപ വയ്യ എന്ന് വെച്ചാൽ എന്നെ പാലിക്കാൻ വന്നാലും. ഇതിൻ്റെ അടുത്ത താളവട്ടം നാമീത കൃപ ജൂഡറ, എന്മേലിൽ ദയ കാണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അനുപല്ലവിയുടെ ആദ്യത്തെ താളവട്ടം നന്നു പാലിംപ വയ്യ. ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സ രി. ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ. ഇത് 2 സ്വരം ഒരു മീറ്റാണ്. പിന്നെ വരുന്നത് 3 സ്വരത്തിൻ്റെ ഒരു മീറ്റ് വെച്ചിട്ട് 2 എണ്ണം. ദ പ ദ ഗ ദ പ. ആ ദ പ ദ എന്നുള്ളത് ഗ എന്ന് വരണം. ആദ്യത്തെ ദ പാ തള്ളി വായിക്കുക, രണ്ടാമത്തെ ദ മെട്ടിൽ വായിക്കുക. എന്ന് വെച്ചാൽ ഒരു മീറ്റിൽ 3 സ്വരം വായിക്കുക. ദ പ ദ. ഈ രണ്ടാമത്തെ വായിക്കുന്ന ദൈവത്വത്തിൻ്റെ അവിടെയാണ് ധൃതം തുടങ്ങുന്നത്. അപ്പോൾ ആ ദ വായിക്കുമ്പോൾ താളം മാത്രം ഇടണം, മീട്ടാതെ. പിന്നെ ഗ ദ പ. ഗ ദ പ 3 അക്ഷരക്കാലമാണ്. ഗ ദ പ ദ പ ദ ഗ ദ പ. പിന്നെ ഗരി സരി. ദ പ ദ ഗ ദ പ ഗ രി സ രി.
ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സ രി. അനുപല്ലവിയുടെ രണ്ടാമത്തെ താളവട്ടം. നാ മീത കൃപ ജൂഡറ എന്നാണ് സാഹിത്യം. എന്നോട് ദയ കാണിച്ചാലും എന്നാണ് അർത്ഥം. ഗ ഗ പ പ ദ പ. ഇത് ഈ രണ്ട് സ്വരം ഓരോ മീറ്റിൽ വായിക്കും. ഗ ഗ പ പ ദ പ. പിന്നെ ദ സ ദ സ രി സ. മൂന്നായിട്ട്. ഗ ഗ പ പ ദ പ ദ സ ദ സ രി സ. ഒന്നുകൂടി. അടുത്തത് ഗരി സദ സരി. സാ എന്ന് ഗാലേക്ക് പോവുക. പിന്നെ റീ രണ്ട് തള്ളു കൊടുക്കുക. ഗരി. പിന്നെ സദ സരി. ഒന്നുകൂടി. ഇതിൻ്റെ സാഹിത്യം കൃപ ജൂ. ഈ സദ സരി വായിക്കുമ്പോൾ മീട്ടാതെ വായിക്കുന്ന ദൈവത്വം, അവിടെയാണ് ആദ്യത്തെ ധൃത്തം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ താളമിടണം. ഒന്നുകൂടി. പിന്നെ സദപദ. സാ ഒരു മീട്ടും ദാപദ ഒരു മീട്ടും. ഒന്നുകൂടി. ഒറ്റ അക്ഷരമേ ഉള്ളൂ. കൃപ ജൂ വരെ നേരത്തെ വായിച്ചു. ഇപ്പോൾ ഡ എന്നുള്ളൊരു അക്ഷരമാണ് ഈ 5 സ്വരത്തിന് വരുന്നത്. ഞാണ് വരിക. ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഗരി സദ സരി സാദ പദ എന്ന് വരും.
മോഹനരാഗം വായിക്കുമ്പോൾ ഋഷഭം ദൈവതം തള്ളി വായിക്കണം, മീട്ട് മാറി മാറി ഇടണം, താളം ഉള്ള സ്ഥലത്ത് താളം ഇടണം. ആ സ്വരം നമ്മൾ മീട്ട് വായിച്ചാലും മീട്ട് വായിച്ചില്ലെങ്കിലും ആ സ്വരം വരുമ്പോൾ അവിടെ താളം ഇടണം. ഗരി സദ സരി സാ ദ പദ, ഗരി സാ വരെ ഈ വിരലിൽ പോവും. ഗരി സദ സരി സാ ദ പദ. പിന്നെ അടുത്ത ധൃതം സദാ പഗരി സരി. സാ ഒരു മീട്ട്, ദാപ ഒരു മീട്ട്. സദാ പഗരി സരി. അവിടെയും ഒറ്റ അക്ഷരമേ ഉള്ളൂ, റാ എന്നുള്ള അക്ഷരം മാത്രം. നാമീത കൃപ ജൂഡറ എന്നുള്ളതിൽ അവസാനത്തെ അക്ഷരം റാ എന്നുള്ളതിന് 8 സ്വരമാണ്. ഒരു മീറ്റിൽ 8 സ്വരം വായിച്ചാൽ കേൾക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു മീറ്റും കൂടി കൊടുക്കും. ഇത് ഒന്നിച്ച് വായിക്കുമ്പോൾ ഗരി സദ സരി സാ ദ പദ സദ പ ഗരി സരി. സാഹിത്യം ഇങ്ങനെയാണ്. സാധാരണ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗരി സദ സരി സദ പദ സദ പ ഗരി സരി എന്ന് പഠിപ്പിക്കും. അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സാഹിത്യം പാടുമ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വീണയിൽ സ്വരം പഠിക്കുമ്പോൾ തന്നെ സാഹിത്യത്തിനനുസരിച്ച് പഠിക്കും. ഗരി സദ സരി സാദ പദ സദ പ ഗരി സരി. ഇതാണ് അനുപല്ലവിയുടെ രണ്ടാമത്തെ താളവട്ടം. രണ്ടാമത്തെ താളവട്ടം ഒന്നിച്ച് വായിക്കാം. ഗ ഗ പ പ ദ പ ദ സ ദ സരി സ ഗരി സ ദ സരി സാ ദ പ ദ സ ദ പ ഗരി സരി. അനുപല്ലവി 2 താളവട്ടം ഒന്നിച്ച് വായിക്കാം. ഗ ഗ പ, അവിടെ നിന്ന് തുടങ്ങിയിട്ട്
ഇതാണ് മോഹനരാഗത്തിലുള്ള വർണ്ണത്തിൻ്റെ അനുപല്ലവിയുടെ 2 താളവട്ടം. പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞിട്ട് ചിട്ടസ്വരം 2 താളവട്ടമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.